നമസ്കാരം, സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വാർത്തയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അല്ല, ഒരു വാർത്ത എങ്ങനെയാണ് ഒരു ഓർമ്മയായി മാറുന്നത് എന്നതിനെക്കുറിച്ചാണ്. അതെ. ഒരു ദുരന്തം നടക്കുമ്പോൾ പത്രങ്ങളിൽ നമ്മൾ ചില കണക്കുകൾ കാണുമല്ലോ. 44 പേർ മരിച്ചു എന്നൊക്കെ. വെറും നമ്പറുകൾ. അതെ, വെറും നമ്പറുകൾ. ആ 44 പേർ അനുഭവിച്ച ആ ഭീകരത, അത് നമുക്ക് ശരിക്കും എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? അതൊരു വലിയ ചോദ്യമാണ്. ആ കണക്കുകൾക്കപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ നിലവിളികൾ, ആ വേദന, ആ തീയുടെ ചൂട്. അതെങ്ങനെയാണ് മറ്റൊരാളിലേക്ക് എത്തിക്കുക? പ്രത്യേകിച്ചും സമൂഹം ഒരുപക്ഷെ മറന്നുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ചരിത്രമാണെങ്കിൽ. അതെ, കൃത്യമായി അതാണ് കാര്യം. ആ ഒരു വെല്ലുവിളിയാണ് എഴുത്തുകാരിയായ മീന കന്ദസ്വാമി ഏറ്റെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് അവരുടെ ദി ജിപ്സി ഗോഡസ് എന്ന നോവലിനെക്കുറിച്ചുള്ള ഒരു പഠന സഹായിയാണ്. 1968 തമിഴ്നാട്ടിലെ കിൽവെൺമണി എന്ന ഗ്രാമത്തിൽ നടന്ന ഒരു കൂട്ടക്കൊല. അതെ. അപ്പോൾ നമ്മളിന്ന് ശ്രമിക്കുന്നത് ഇതാണ്: ആ കറുത്ത രാത്രിയിലെ തീയും പുകയും എങ്ങനെയാണ് മീന കന്ദസ്വാമി വാക്കുകളാക്കി മാറ്റിയതെന്നും ആ വാക്കുകൾക്ക് നമ്മളെ പൊള്ളിക്കാൻ കഴിയുന്നതെങ്ങനെയെന്നും കണ്ടെത്താൻ. ശരിയാണ്. അതായത്, ഒരു ചരിത്ര സത്യത്തെ സാഹിത്യം എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. എന്തിനാണ് ഒരു കഥ ഇത്ര ക്രൂരമായി, ഇത്ര വിശദമായി പറയേണ്ടി വരുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള ഒരു യാത്രയാണിത്. അപ്പം നമുക്ക് എഴുത്തുകാരിൽ നിന്ന് തന്നെ തുടങ്ങാം. ആരാണ് മീന കന്ദസ്വാമി? 1954 ചെന്നൈയിൽ ജനിച്ചു. അവരൊരു എഴുത്തുകാരി മാത്രമല്ല, ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ്. ദളിത് സ്ത്രീ അവകാശങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായി സംസാരിക്കുന്ന ഒരാൾ. തീർച്ചയായും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ എഴുത്തും ആക്ടിവിസവും അത് രണ്ടല്ല, അതൊന്നു തന്നെയാണ്. ജാതി, ലിംഗം, വർഗം ഇതൊക്കെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ ചവിട്ടി മെതിക്കുന്നു എന്ന് തുറന്നു കാണിക്കുകയാണ് അവരുടെ കവിതകളും നോവലുകളും ചെയ്യുന്നത്. ടച്ച്, മിസ് മിലിറ്റൻസി തുടങ്ങിയ കവിതാസമാഹാരങ്ങൾ. അതെ, അതൊക്കെ വായിച്ചാൽ ഈ തീവ്രത നമുക്ക് ശരിക്കും മനസ്സിലാക്കാം. അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമാവുക, അതാണ് അവരുടെ എഴുത്തിന്റെ രാഷ്ട്രീയം. ആ ഒരു കണ്ണട വെച്ച് വേണം നമ്മൾ ദി ജിപ്സി ഗോഡസ് എന്ന നോവലിനെയും കാണാൻ. ശരിയാണ്. അപ്പോ എന്തായിരുന്നു ഈ നോവലിന് കാരണമായ കിൽവെൺമണി സംഭവം? അതൊന്ന് വിശദീകരിക്കാമോ? ഉയർന്ന ജാതിക്കാരായ ഭൂവുടമകൾക്കെതിരെ കുറച്ചുകൂടി മെച്ചപ്പെട്ട കൂലിക്കു വേണ്ടി, ന്യായമായ കൂലിക്ക് വേണ്ടി. അതെ, ന്യായമായ കൂലിക്കു വേണ്ടി ദളിത് തൊഴിലാളികൾ ഒരു യൂണിയൻ രൂപീകരിച്ച് സമരം ചെയ്തു. അതിന്റെ പ്രതികാരമായി ആ ഗ്രാമത്തിലെ സ്ത്രീകളും കുട്ടികളുമടക്കം 40-ലധികം പേരെ ഒരു കുടിലിലിട്ട് പൂട്ടി പുറത്തുനിന്ന് തീയിട്ടു, ജീവനോടെ ചുട്ടരിച്ചു. അതെ, ജീവനോടെ ചുട്ടരിച്ചു. ഇതാണ് ആ സംഭവം. ഓർക്കണം, ഇത് ഭാവനയല്ല. ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. ഈ യാഥാർത്ഥ്യത്തെയാണ് മീന കന്ദസ്വാമിക്ക് വാക്കുകളിലേക്ക് കൊണ്ടുവരേണ്ടിയിരുന്നത്. അത് വെറുതെ ഒരു വാർത്ത പോലെ റിപ്പോർട്ട് ചെയ്താൽ പോരല്ലോ. ഇല്ല, ഒരിക്കലുമില്ല. പഠന സഹായിയിൽ നോവലിലെ 10ാം അധ്യായമായ മിസ്ചീഫ് ബൈ ഫയർ എന്ന ഭാഗത്താണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ഈ തലക്കെട്ടിന് തീ കൊണ്ടുള്ള വിനാശം എന്ന് പറയാം, പക്ഷെ അതിനൊരു നിയമപരമായ അർത്ഥം കൂടിയുണ്ടല്ലേ? അതെ, തീർച്ചയായും. തീവെപ്പ് പോലെയുള്ള ഒരു ക്രിമിനൽ കുറ്റകൃത്യം എന്നൊരു സൂചന അത് ആ തലക്കെട്ടിൽ തന്നെയുണ്ട്. ഓ, അതായത് അതൊരു അപകടമായിരുന്നില്ല, മനഃപൂർവ്വം ചെയ്ത ഒരു കുറ്റകൃത്യമായിരുന്നു എന്ന് തുടക്കത്തിലെ സ്ഥാപിക്കുകയാണ് എഴുത്തുകാരി. ഈ അധ്യായത്തിലെ എഴുത്തിന്റെ രീതിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ ഒരു വിചിത്രമായ കാര്യമാണ് പഠനസഹായി ചൂണ്ടിക്കാണിക്കുന്നത്. ആ ആൻഡ് വെച്ച് തുടങ്ങുന്നത്. അതെ, അതുതന്നെ. ഇതിലെ മിക്കവാറും എല്ലാ വാക്യങ്ങളും തുടങ്ങുന്നത് ആൻഡ് എന്ന വാക്കുപയോഗിച്ചാണ്. എന്നിട്ട് അല്ലെങ്കിൽ കൂടാതെ എന്നൊക്കെ പറയാം. അതെ. ആൻഡ് ദേ കേം വിത്ത് വെപ്പൺസ് ആൻഡ് ദേ ഷൗട്ടഡ് ഇൻസൾട്ട്സ് ആൻഡ് ദ പീപ്പിൾ റാൻ ആൻഡ് ദ ഹട്ട് വാസ് സെറ്റ് ഓൺ ഫയർ. ഇങ്ങനെ ഒരു ഒഴുക്ക് പോലെ. ഇവിടെ എനിക്കൊരു സംശയം. സാധാരണ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ ഒരേ വാക്ക് ആവർത്തിക്കുന്നത് ഒരു മോശം എഴുത്തായിട്ടല്ലേ കണക്കാക്കുക? ഇത് വായനയെ വല്ലാതെ മുഷിപ്പിക്കില്ലേ? നല്ല ചോദ്യം. സാധാരണ ഒരു എഴുത്തിൽ അതെ, ഇത് തെറ്റാണ്. പക്ഷേ ഇവിടെ ആ മുഷിപ്പ്, ആ ശ്വാസം മുട്ടൽ, അത് തന്നെയാണ് എഴുത്തുകാരിയുടെ ലക്ഷ്യം. അതെങ്ങനെയാണ്? ഒന്ന് നിർത്തി ശ്വാസമെടുക്കാൻ പോലും സമയം തരാതെ ഒന്നിനു പുറകെ ഒന്നായി ഭീകരമായ കാര്യങ്ങൾ സംഭവിക്കുകയാണ് ആക്രമിക്കപ്പെട്ട ആ ഗ്രാമവാസികൾക്ക്. അവർക്ക് ഒരു നിമിഷം പോലും രക്ഷപ്പെടാനോ ചിന്തിക്കാനോ സമയം കിട്ടിയില്ല. ഓ, അതേ അനുഭവം, അതേ ശ്വാസം മുട്ടൽ വായനക്കാരനും കിട്ടണം. അതിനുവേണ്ടിയുള്ള ബോധപൂർവമായ ഒരു തിരഞ്ഞെടുപ്പാണ് ഈ ശൈലി. ഇതൊരു എന്താ പറയാ,
എഴുത്തിലൊരു തന്ത്രമാണ്. അപ്പോ വായനക്കാരനെ ആ ദുരന്തത്തിന്റെ ഭാഗമാക്കാനുള്ള ഒരു തന്ത്രം, രക്ഷപ്പെടാൻ അനുവദിക്കാത്ത ഒരു വാക്ചാതുര്യം. കൃത്യമായി പറഞ്ഞാൽ അതാണ്. നിങ്ങൾക്ക് പുസ്തകം മടക്കി വയ്ക്കാൻ തോന്നിയേക്കാം, പക്ഷേ ആ വാക്യങ്ങളുടെ കുത്തൊഴുക്കിൽ നിന്ന് നിങ്ങൾക്ക് മാനസികമായി ഒരകലം പാലിക്കാൻ കഴിയില്ല. ആ അക്രമം എത്രത്തോളം നിർത്താതെയുള്ളതായിരുന്നു എന്ന് നമ്മളെ അനുഭവിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോ ഈ ശൈലിയിലൂടെ അവർ യഥാർത്ഥത്തിൽ എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്? ആ കുടിലിനുള്ളിൽ അന്ന് രാത്രി സംഭവിച്ചതെന്താണ്? അതാണ് ഏറ്റവും ഭീകരമായ ഭാഗം. പഠനസഹായിയിലെ വിവരണങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നും. ആയുധങ്ങളുമായി വരുന്ന ആൾക്കൂട്ടം, ഭയന്നു വിരണ്ട ഗ്രാമവാസികൾ, പാപ്പയുടെയും രാമയ്യയുടെയും കുടിലിൽ അഭയം തേടുന്നു. ആൾക്കൂട്ടം ആ കുടിലിന് തീയിടുന്നു. അതിനുശേഷം രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിലെ ചില ചിത്രീകരണങ്ങൾ ശരിക്കും മനസ്സിൽ നിന്ന് പോകുന്നില്ല. തിളയ്ക്കുന്ന രക്തം, തീയിൽ പിളരുന്ന തൊലി, കരിഞ്ഞ ശരീരങ്ങൾ. ഭയാനകമാണ്. എന്തോ യാചിക്കുന്നതുപോലെ മരവിച്ചുപോയൊരു കുടുംബത്തിന്റെ രൂപം. പിന്നെ ആ ഒരു പ്രയോഗം, ഒരു രഹസ്യ വിലാപകാവ്യം പോലെ എല്ലുകൾ പൊട്ടുന്ന ശബ്ദം. അതെ, ഒരമ്മ തന്റെ കുഞ്ഞിനെ അവസാനമായി മുറുകെ പിടിച്ചിരിക്കുന്നത്. ഇതൊന്നും ഒരു വാർത്താ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് കിട്ടില്ല. ഒരിക്കലുമില്ല. സത്യം പറഞ്ഞാൽ ആ ഭാഗം വായിക്കുമ്പോൾ ആർക്കായാലും ഒന്ന് നിർത്തിവെക്കേണ്ടി വരും. അത്രത്തോളം വേദനിപ്പിക്കുന്ന ഒന്നാണത്. പക്ഷേ ഇവിടെയാണ് നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യം വരുന്നത്. എന്തിനാണ് ഇത്രയും ക്രൂരമായ വിശദാംശങ്ങൾ എന്നത്? അതെ, ഇതിനെ ന്യായീകരിക്കാൻ പഠനസഹായിയിൽ പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായി, വൈകാരികമായ ഒരു ആഘാതം സൃഷ്ടിക്കാൻ. നമ്മൾ പലപ്പോഴും ഇത്തരം വാർത്തകൾ കേട്ട് മരവിച്ചുപോയവരാണ്. ആ മരവിപ്പ് പൊട്ടിക്കണമെങ്കിൽ ഈ തീയുടെ ചൂട് നമ്മൾ അറിഞ്ഞേ പറ്റൂ. അതായത് ജാതീയമായ അതിക്രമങ്ങൾക്ക് എന്തു വിലയാണ് കൊടുക്കേണ്ടി വരുന്നതെന്ന് നമ്മളെ അനുഭവിപ്പിക്കാൻ. അതെ. രണ്ടാമതായി, ഇതൊരു ചരിത്രപരമായ രേഖപ്പെടുത്തലാണ്. അടിച്ചമർത്തപ്പെട്ടവരുടെ കഥകൾ ചരിത്രത്തിൽ നിന്ന് വളരെ എളുപ്പത്തിൽ മാഞ്ഞുപോകും, അല്ലെങ്കിൽ അതിലെ ക്രൂരതയുടെ അളവ് കുറച്ചു കാണിക്കും, ലഘൂകരിക്കും. അതെ, ഇവിടെ ആ ക്രൂരത അതിന്റെ മുഴുവൻ തീവ്രതയോടെയും രേഖപ്പെടുത്തുകയാണ്, ഓർമ്മകളെ ആർക്കും നേർപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ. മൂന്നാമത്തേത് ഒരു രാഷ്ട്രീയ വിമർശനമാണ്. അതെങ്ങനെ? കത്തിയമരുന്ന കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു പോകും, എങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? ഇതിനൊക്കെ ആരാണ് ഉത്തരവാദിയെന്ന്. അതിലെ ഒരു വാചകം എന്നെ വല്ലാതെ പിടിച്ചുലച്ചു. Their lives go up in smoke, but all of them are too dead to notice this vital fact of existence. വളരെ ശക്തമായൊരു വാചകമാണത്. അവരുടെ ജീവിതം പുകയായി ഉയർന്നു, പക്ഷെ നിലനിൽപ്പിന്റെ ഈ സുപ്രധാന വസ്തുത ശ്രദ്ധിക്കാൻ കഴിയാത്ത വിധം അവരെല്ലാം മരിച്ചിരുന്നു. എന്താണ് ഈ വാചകം ശരിക്കും അർത്ഥമാക്കുന്നത്? ആ വാചകം ആ ദുരന്തത്തിന്റെ ആഴം മുഴുവൻ ഉൾക്കൊള്ളുന്നുണ്ട്. അവർക്ക് നഷ്ടമായത് അവരുടെ ജീവൻ മാത്രമല്ല, അവർ മരിക്കുകയാണെന്ന തിരിച്ചറിവ് പോലും അവർക്കില്ലാതായി. ഓ, ജീവിച്ചിരിക്കുന്നു എന്ന ബോധം, അതാണ് വൈറ്റൽ ഫാക്ട് ഓഫ് എക്സിസ്റ്റൻസ്. ആ ബോധം പോലും തിരിച്ചറിയാൻ അവസരം കിട്ടും മുൻപേ അവർ ഇല്ലാതായി. അത് ആ അതിന്റെ പൂർണ്ണതയെയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നത് ശാരീരികമായ മരണത്തിനപ്പുറം ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള അവരുടെ അസ്തിത്വം പോലും ഇല്ലാതാക്കി സ്വന്തം മരണം പോലും തിരിച്ചറിയാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു എന്നാണോ? അതെ, അത്രയും സമ്പൂർണമായൊരു തുടച്ചുനീക്കലായിരുന്നു അത്. അതുപോലെ ശ്രദ്ധേയമായ മറ്റൊരു പ്രയോഗമുണ്ട്. ദ ഹട്ട് ഈസ് ഫേറ്റലി ബോൾട്ടഡ്. കുടിൽ മാരണമായി അടച്ചിരിക്കുന്നു. അതെ, ഒരു വാതിലിന്റെ സാക്ഷിക്ക് എങ്ങനെയാണ് മാരകമാകാൻ കഴിയുക? അവിടെയും എഴുത്തുകാരിയുടെ ഒരു തന്ത്രമുണ്ട്. രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടഞ്ഞു എന്ന് കാണിക്കാൻ ജീവനില്ലാത്ത ആ കുടിലിനു പോലും ഒരു ദുർവിധി കൽപ്പിച്ചു നൽകുകയാണ്. അതായത് ആ ദുരന്തത്തില് ആ ഗ്രാമത്തിലെ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് പോലും പങ്കുണ്ടായിരുന്നു എന്ന് നമ്മളെക്കൊണ്ട് തോന്നിപ്പിക്കുന്നു. അതെ, ഇത് കേവലം ഒരു രാത്രിയിലെ അക്രമത്തെക്കുറിച്ച് മാത്രമല്ലെന്നിപ്പോൾ വ്യക്തമായി. ഇത് വലിയൊരു സാമൂഹിക അനീതിയുടെ കഥയാണ്. ജാതിയും വർഗവും അധികാരവും എല്ലാം ഇതിൽ വരുന്നുണ്ട്. അതെങ്ങനെയാണ് കന്ദസ്വാമി ബന്ധിപ്പിക്കുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഠനസഹായി പറയുന്നത് അവർ ജാതീയമായ അടിച്ചമർത്തലിനെ സാമ്പത്തിക ചൂഷണവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നുവെന്നാണ്. ആ തൊഴിലാളികൾ മെച്ചപ്പെട്ട കൂലി ചോദിച്ചപ്പോഴാണ്, അതായത് സാമ്പത്തികമായി സംഘടിച്ചപ്പോഴാണ് ആക്രമിക്കപ്പെട്ടത്. ഇത് ജാതിയും സാമ്പത്തിക അധികാരവും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വലുതാണെന്ന് കാണിക്കുന്നു. അപ്പോ ഇത് വെറും ജാതി വിദ്വേഷം മാത്രമല്ല, നിലവിലുള്ള അധികാരഘടനയെ ചോദ്യം ചെയ്തതിലുള്ള രോഷം കൂടിയായിരുന്നു. തീർച്ചയായും. ഭൂവുടമകൾക്ക് അവരുടെ ലാഭം, അവരുടെ അധികാരം നഷ്ടപ്പെടുമെന്ന ഭയം, ആ ഭയമാണ് ഇത്രയും വലിയൊരു ക്രൂരതയ്ക്ക് അവരെ പ്രേരിപ്പിച്ചത്. പിന്നെ
ഇത് വലിയ സംവിധാനങ്ങളുടെ പരാജയത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട്. അതെങ്ങനെയാണ്? പോലീസ് എവിടെയായിരുന്നു? രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യുകയായിരുന്നു? മാധ്യമങ്ങൾ എവിടെയായിരുന്നു? അതിലൊരു വാക്കുപയോഗമുണ്ട്, വിശപ്പുള്ള പത്രങ്ങൾ എന്ന്, ഹാംഗ്രി ന്യൂസ് പേപ്പേഴ്സ്. എന്തൊരു ശക്തമായ പ്രയോഗമാണത്. അതെ, ആ പ്രയോഗം അന്നത്തെ മാധ്യമങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് വാർത്തകൾ മതിയായിരുന്നു, പക്ഷെ നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ അവർക്ക് വിശപ്പുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ വിറ്റ് തങ്ങളുടെ വിശപ്പുടക്കുകയാണോ അവർ ചെയ്തത്? അതെ, ആ ചോദ്യങ്ങൾ ആ ഒരൊറ്റ പ്രയോഗത്തിലൂടെ നോവൽ നമ്മളോട് ചോദിക്കുന്നു. ഇത് കാണിക്കുന്നത് അനീതി നടക്കുന്നത് കുറച്ച് ക്രൂരന്മാരായ വ്യക്തികൾ കാരണം മാത്രമല്ല, അതിന് നേരെ കണ്ണടയ്ക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്ന വലിയ സംവിധാനങ്ങളുടെ പരാജയം കൊണ്ടുകൂടിയാണ്. ആ ദുരന്തം ഒറ്റപ്പെട്ടൊന്നായിരുന്നില്ല, ഒരുപാട് പേർ അതിന് ഉത്തരവാദികളായിരുന്നു എന്ന് സാരം. ഈ പഠനസഹായിയില് വായനക്കാരനോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരു ചെറിയ കാര്യമുണ്ട്. ആ ഡയറി കുറിപ്പ്. അതെ, ഈ വാർത്ത നിങ്ങൾ ആദ്യമായി പത്രത്തിൽ വായിക്കുകയാണെന്ന് സങ്കൽപ്പിച്ച് ഒരു ഡയറി കുറിപ്പ് എഴുതാൻ. വളരെ നല്ലൊരാശയമാണത്. കാരണം അത് നമ്മളെ ഒരു നിരീക്ഷകന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി ആ വാർത്ത ആദ്യമായി കേൾക്കുന്ന ഒരു സാധാരണക്കാരന്റെ സ്ഥാനത്ത് നിർത്തുന്നു. അതിലൊരു മാതൃകയുണ്ട്. അതിന്റെ ആശയം ഏകദേശം ഇങ്ങനെയാണ്. ഇന്ന് പത്രത്തിൽ വായിച്ച ഒരു വാർത്ത എന്നെ വല്ലാതെ ഉലച്ചു. കിൽവൺമണി എന്ന ഗ്രാമത്തിൽ നടന്നൊരു കൂട്ടക്കൊല. ന്യായമായ കൂലി ചോദിച്ചതിന് പാവപ്പെട്ട തൊഴിലാളികളെയും കുടുംബങ്ങളെയും കുടിലിലിട്ട് ചുട്ടെരിച്ചു. കുട്ടികൾ, സ്ത്രീകൾ, നിരപരാധികൾ ജീവനോടെ കത്തിയമർന്നു. ജാതിയും അത്യാഗ്രഹവും മനുഷ്യരെ എങ്ങനെ ഇത്ര ഹൃദയശൂന്യരാക്കുന്നു? ഈ അനീതി നമ്മൾ ഒരിക്കലും മറക്കരുത്. ഈ ചെറിയ പ്രവർത്തനം വളരെ ശക്തമാണ്. കാരണം സാഹിത്യ വിശകലനത്തിൽ നിന്ന് അത് നിങ്ങളെ വ്യക്തിപരമായ, വൈകാരികമായ ഒരു പ്രതികരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ പത്രം വായിക്കുമ്പോൾ ഇത്തരം വാർത്തകൾ എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കാറുള്ളത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശരിയാണ്. ഒരു നിമിഷത്തെ ഞെട്ടലിനപ്പുറം ആ വാർത്ത നമ്മളിൽ എന്തു മാറ്റമാണുണ്ടാക്കുന്നത്? അതെ, ആ കണ്ടെത്തലിന്റെയും ഭീകരതയുടെയും നിമിഷത്തിൽ സ്വയം പ്രതിഷ്ഠിക്കാൻ ഇത് നമ്മളോട് ആവശ്യപ്പെടുന്നു. മീനാ കന്ദസ്വാമിയുടെ എഴുത്തും ലക്ഷ്യമിടുന്നത് ഇതുതന്നെയാണ്, ചരിത്രത്തെ വ്യക്തിപരമാക്കുക. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ വിശദമായ സംഭാഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന ആശയം എന്താണ്? എന്താണ് ഇതിന്റെ എല്ലാം കാതൽ? എന്റെ അഭിപ്രായത്തിൽ നമ്മൾ കണ്ടതിതാണ്. മീനാ കന്ദസ്വാമി വാക്കുകൾ കൊണ്ട് ഒരു സ്മാരകം പണിയുകയായിരുന്നു. സ്മാരകമോ? അതെ, സമൂഹം മറവിക്ക് വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നിന്റെ ഓർമ്മ നിലനിർത്താൻ. ചോരയും തീയും കലർന്ന ഭാഷ അവരൊരു ഉപകരണമായി ഉപയോഗിച്ചു. അതായത് ഇതൊരു കഥ പറയൽ മാത്രമല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. മറക്കാൻ പാടില്ലാത്ത ഒന്നിന്റെ സ്മാരകം. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. കണക്കുകളെ കഥകളാക്കി മാറ്റുകയും ആ കഥകളെ നീതിക്കു വേണ്ടിയുള്ളൊരു മുറവിളിയാക്കി മാറ്റുകയും ചെയ്യുന്നതിലാണ് ഈ നോവലിന്റെ യഥാർത്ഥ ശക്തി. സാഹിത്യം എങ്ങനെ ഒരുതരം ആക്ടിവിസവും ചെറുത്തുനിൽപ്പുമായി മാറുന്നു എന്നത് കാണിച്ചു തരുന്നു. ഓരോ ചരിത്രപരമായ ദുരന്തത്തിനു പിന്നിലും ക്രൂരമായി ഇല്ലാതാക്കപ്പെട്ട യഥാർത്ഥ മനുഷ്യരുണ്ടെന്ന് ഓർമ്മപ്പെടുത്തൽ. തീർച്ചയായും. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കിനി സ്വന്തമായി ആലോചിക്കാനൊരു കാര്യം കൂടി തരാം. ഓ, നമ്മൾ ഇതുവരെ സംസാരിച്ചത് മുഴുവൻ ഇരകളെക്കുറിച്ചാണ്, അവരുടെ വേദന, അവരുടെ കഥ എങ്ങനെ പറയുന്നു എന്നതിനെക്കുറിച്ചാണ്. എന്നാൽ കുറ്റവാളികളുടെ കാര്യമോ? അതൊരു നല്ല ചോദ്യമാണ്. ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തവരുടെ ഓർമ്മകളെ ഒരു സമൂഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും തലമുറകൾക്ക് ശേഷവും എന്ത് സംഭവിക്കുന്നു? അവരുടെ കഥകൾ എവിടെയെങ്കിലും രേഖപ്പെടുത്തുന്നുണ്ടോ? അതോ ആ ഓർമ്മകളെ സൗകര്യപൂർവ്വം നമ്മൾ അവഗണിക്കുകയാണോ ചെയ്യുന്നത്? അതൊരു പക്ഷേ നമുക്ക് സ്വയം ചോദിക്കാവുന്നൊരു ചോദ്യമാണ്.